കൂടുതൽ ചോയ്സ് വരുമ്പോൾ, കൂടുതൽ വാർത്തകൾ വരുമ്പോൾ, കൂടുതൽ ബ്രേക്കിംഗ് ന്യൂസുകൾ വരുമ്പോൾ നമ്മളൊക്കെ കൺഫ്യൂസ്ഡാണ്. വർത്തമാനകാലത്ത് കൺഫ്യൂസ്ഡാണ്. കൽപ്പറ്റയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ തത്സമയം എന്നാണ്. ഈ തത്സമയ സംപ്രേഷണങ്ങളിൽ പെട്ട് മനുഷ്യൻ വ്യക്തമായ ചരിത്രബോധമില്ലാതെ എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് അർദ്ധസത്യം എന്നറിയാൻ പാടില്ലാതെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി വ്യാകുലപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യം തമസ്കരിക്കുന്നവർക്കും വക്രീകരിക്കുന്നവർക്കും ഇത് നല്ല വിപണനത്തിൻ്റെ കാലമാണ്. ആ പുസ്തകത്തിലെ ഒരു വരി കൂടി ഞാൻ വായിച്ചോട്ടെ. കാരണം ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ ആളുകളും സോഷ്യൽ മീഡിയ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കണം. YouTubers were particularly intent on gaining attention. Noticed that when they posted an outrageous video full of lies, the algorithm rewarded them by recommending the video to numerous users and increasing the YouTubers' popularity and income. പൂർണ്ണമായും നുണകൾ കൊണ്ട് ചമയ്ക്കപ്പെട്ട ഒരു വാർത്ത നിരന്തരമായി പ്രചരിപ്പിക്കുന്ന യൂട്യൂബർമാരെ അൽഗോരിതം, ആ സാധനം എന്താണെന്നറിയാമല്ലോ അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് എന്ത് തിന്നും, എന്തുടുക്കും, എന്ത് കുടിക്കുമെന്ന് ഇപ്പം നമ്മളാണ് വിചാരിക്കുന്നതെന്നാണ്. പക്ഷേ ആരെ മക്കളെ വിചാരിക്കുക? അൽഗോരിതമല്ലേ തീരുമാനിക്കുന്നത്. അതെ, നമ്മളുടെ വിചാരങ്ങളെ, നമ്മളുടെ ചിന്തകളെ, മനനശേഷിയുള്ള മനുഷ്യന്റെ ചിന്താശേഷിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവന്റെ പേരിന്റെ തന്നെ അർത്ഥവിലോപം സംഭവിപ്പിക്കുന്ന തരത്തിലാണ് ഈ കാലത്ത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നുണകൾ പറയുന്ന ആളുകൾക്ക് അൽഗോരിതം കൂടുതൽ ആളുകളിലേക്ക്, ന്യൂമറസ് അസംഖ്യം ആളുകളിലേക്ക് അവരുടെ വാർത്തകൾ എത്തിക്കും. അവർക്ക് കൂടുതൽ ഇൻകം കിട്ടും, റവന്യൂ കിട്ടും. എന്നാൽ ഇൻ കോൺട്രാസ്റ്റ്, when they dial down the outrage and stuck to the truth, the algorithm tended to ignore them. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളൊരു സുവിശേഷ പ്രസംഗത്തിന് അടിയിൽ നോക്കിയാൽ എത്ര കെ കാണും? എത്ര കെ കാണും? നോക്കിയിട്ടില്ല, പിന്നെ അന്ന് കെ കാണും. ഒരു ദുർവിശേഷ പ്രസംഗത്തിനാണെങ്കിലോ എത്ര എം കാണും? എത്ര മില്യൺ ആണല്ലേ? നമ്മുടെ റിസപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്, മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചീഞ്ഞ വാർത്തകൾ, മോശപ്പെട്ട സംഗതികൾ സ്വീകരിക്കാൻ തക്ക വിധം അവന്റെ ആന്തരികത ജീർണിച്ചു പോയോ? എന്തുകൊണ്ട് ശുഭകാര്യങ്ങൾ സംസാരിക്കാൻ, നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഉണ്ടാവുന്ന അവസരങ്ങളായി നമ്മളുടെ കൂട്ടായ്മകൾ, നമ്മുടെ സത്സംഗങ്ങൾ, അത് 2 പേര് കൂടുമ്പോഴായാലും 3 പേര് കൂടുമ്പോഴായാലും 10 പേര് കൂടുമ്പോഴായാലും 100 പേര് കൂടുമ്പോഴായാലും എന്തുകൊണ്ട് നമുക്ക് നല്ലത് സംസാരിക്കാൻ പറ്റുന്നില്ല? നല്ല വാക്കുതുവാൻ ത്രാണിയുണ്ടാകണം. ചുരുക്കത്തിൽ പറഞ്ഞ, സത്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് കള്ളം സത്യം പറയുന്ന കാലമാണ്. പല ആവർത്തി കേട്ടതാണെങ്കിലും ഈ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ കഥ ഒന്നും കൂടി പറയട്ടെ. സത്യവും കള്ളവും കൂടി കുളിക്കാൻ പോയ കഥ. പ്രായമുള്ളവർക്കറിയാം. അങ്ങനെയാണല്ലോ നമ്മൾ കള്ളത്തിൻ്റെ വേഷം കെട്ടി സത്യം പറയുകയോ സത്യത്തിൻ്റെ വേഷം കെട്ടി കള്ളം പറയുകയൊക്കെ ചെയ്യുന്നത്. സത്യവും കള്ളവും കൂടെ കുളിക്കാൻ പോയി. അപ്പോൾ 2 പേരോട് കുളിക്കടവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 പേരും ഉടുപ്പൊക്കെ കുളക്കടവിൽ ഊരിയിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നത്. അപ്പൊ കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞ് കരയ്ക്ക് കയറി നോക്കിയപ്പോൾ കള്ളത്തിന്റെ കുപ്പായം അവിടെ കിടപ്പുണ്ട്. നാടായ നാട് മുഴുവൻ കള്ളം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കേറിയ ഒരു കറുത്ത കുപ്പായം.
ഇനി അതിടാൻ കൊള്ളത്തില്ല, മുഷിഞ്ഞ് നാറിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് സത്യത്തിൻ്റെ കുപ്പായം കിടപ്പുണ്ട്, നല്ല സ്വർണ്ണ തുന്നലൊക്കെയുള്ള ഒരു വെള്ള കുപ്പായം കിടപ്പുണ്ട്. കള്ളം നോക്കിയപ്പോൾ ആ കുപ്പായം കൊള്ളാം. കള്ളം ആ കുപ്പായം എടുത്തിട്ടുകൊണ്ട് അങ്ങ് പോയി. പാവം സത്യം കുറേ നേരം കൂടെ വെള്ളത്തിൽ നിന്നു. അവസാനം കരയ്ക്ക് കയറി നോക്കിയപ്പോൾ സ്വന്തം കുപ്പായം അവിടെ കിടപ്പില്ല. പിന്നെ ആരുടെ കുപ്പായം കിടപ്പുണ്ട്? കള്ളത്തിൻ്റെ കുപ്പായം കിടപ്പുണ്ട്. സത്യത്തിന് കള്ളത്തിൻ്റെ കുപ്പായം ഇടാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് സത്യം അന്ന് തൊട്ട് ഉടുപ്പില്ലാതെ നടക്കുന്നത്. ദ നേക്കഡ് ട്രൂത്ത് എന്ന കഥയുണ്ടായത്, ഈ ചൊല്ലുണ്ടായത് ഈ കഥയെന്നാണ്. ദ നേക്കഡ് ട്രൂത്ത്. സത്യം നഗ്നമാണ്, അത് കുരിശിൽ നഗ്നമാണ്. സത്യം പറയാൻ അധികം വേഷം കെട്ടലുകളൊന്നും വേണ്ട എന്ന് പഠിപ്പിച്ചവന്റെ ഓർമ്മയുടെ പരിസരത്താണ് നാം ആയിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ സത്യം പറയാൻ അധികം വേഷം കെട്ടലുകളൊന്നും ആവശ്യമില്ല എന്നാണ് പറയുക. സത്യം പറയുന്നത് കൊണ്ട് ഭൗതികമായി വലിയ മെച്ചമൊന്നുമില്ല. തല പോകുന്ന വഴിയാണ്. എന്നിട്ടും അയാൾ അത് തിരഞ്ഞെടുക്കുന്നു? അയാൾക്ക് ഗർഭം മുതൽ പരിചയം ക്രിസ്തുവിനെയാണ്. അയാൾക്ക് ഗർഭം മുതൽ പരിചയം ക്രിസ്തുവിനെയാണ്. ഒരുപാട് സത്യം പറയുന്ന ആളുകളുള്ളത് കൊണ്ട് എന്താണ് സത്യത്തിൻ്റെ സ്വരമെന്ന് അറിഞ്ഞിരിക്കാൻ ഒരു ചെറിയ കഥയും കൂടി ഞാൻ പറയാം. ഒരു വഞ്ചി ദൂരദേശത്തേക്ക് പോവാണ്. അതിൽ കുറേ അധികം യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരോടൊപ്പം ഒരു ദരിദ്രനായ, ഒരു നിസ്വനായ ഒരു സന്യാസി കൂടി ആ വഞ്ചിയിലുണ്ട്. ആ യാത്രക്കാരിൽ ഒരു തെമ്മാടിയായ ഒരു മനുഷ്യനും കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ പഴയ ഭാഷയിൽ പറഞ്ഞ ഒരു കവലച്ചട്ടമ്പിയും ആ തോണിയിൽ ഉണ്ട്. കടത്ത് കിടക്കാണ് അവര്. ഈ തെമ്മാടിയായ മനുഷ്യൻ ഈ പാവം പിടിച്ച സാധുവിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ആൾക്കാർ വിചാരിച്ചു അയാൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെങ്കിലും അയാളെ ഉപദ്രവിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അയാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവൻ എന്താ ചെയ്തെന്നറിയാമോ? അവനൊരു ചെരുപ്പ് കൊണ്ടുപോയി അയാളുടെ തലയിൽ കൊണ്ടുവച്ചു. പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു അശരീരി, എല്ലാവരും കേട്ടു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ വഞ്ചി മറിച്ചിടാം. ഇത് കേട്ട് സന്യാസിയുടെ തലയിൽ ചെരുപ്പൂരി വെച്ചവനും മറ്റുള്ളവരും അമ്പരന്ന് പോയി, പേടിച്ചുപോയി. എല്ലാവരും പെട്ടെന്ന് സന്യാസിയുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. സന്യാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അമ്പരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. പിന്നെ ആകാശത്തേക്ക് നോക്കി ആ സന്യാസി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, അങ്ങ് എത്ര മോശം ഭാഷയിലാണ് സംസാരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, അങ്ങ് എത്ര മോശം ഭാഷയിലാണ് സംസാരിച്ചത്. എന്തെങ്കിലും മറിച്ചിടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങ് ഈ വഞ്ചി മറിച്ചിടാതെ ഇവരുടെ ബുദ്ധിയെ മറിച്ചിടൂ. വഞ്ചി മറിച്ചിടുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ആകാശത്ത് നിന്ന് ഒരശരീരി കൂടി ഉണ്ടായി. ഞാൻ വീണ്ടും വളരെയധികം സന്തോഷിക്കുന്നു. നീ ശരിയായ കാര്യം തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ശബ്ദം എൻ്റേതായിരുന്നില്ല. ചെകുത്താന്റെ ഭാഷ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ എൻ്റെ ഭാഷ തിരിച്ചറിയാൻ കഴിയൂ. സത്യം സംസാരിക്കുന്ന എന്ന് ഭാവിക്കുന്ന ചെകുത്താന്മാരുള്ള കാലത്ത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സത്യത്തിന് സാക്ഷിയായിരുന്നു എന്ന ഓർമ്മ കുറെ കൂടി ഗാഢമായി സത്യസന്ധമായി ജീവിക്കാൻ എന്നെയും നിന്നെയും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.